ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. പാർട്ടികളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കണ്ണൂർ സ്പെഷ്യൽ കമീറയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. മാവ് നേരത്തെ തന്നെ കുഴച്ച് വെക്കാം കേട്ടോ. നല്ലപോലെ പൊങ്ങി വരണം. അപ്പോൾ ഇതിൻ്റെ അളവ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കി എടുക്കാൻ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒരുപാടങ്ങ് വഴന്ന് വരുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി നല്ലപോലെ ഉള്ളിയുടെ കൂടെ വേവണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞതാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ടൊമാറ്റോ സോസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കൂടിപ്പോവും. അതുകൊണ്ടാണ് പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് മുന്നിട്ട് നിൽക്കുന്നതിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഇളക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ നല്ലപോലെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം പിന്നെ ക്യാപ്സിക്കം കൂടുതൽ വേവരുത്. അതിന് മുന്നേ തന്നെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കിലോയിൽ കുറച്ചധികം ഉണ്ടാകും കേട്ടോ. ഈ ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തതാണ്. സോയാ സോസ് ചേർത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പോലെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് പച്ചമുളക് കുറച്ചധികം തന്നെ ചേർക്കണമെന്ന്, മധുരം ഉണ്ടാവാൻ അല്ലെങ്കിൽ കൂടുതലായിട്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി സോസ് ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം ഓവറായിട്ട് കുക്കായി പോകരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കടിക്കുന്ന പരുവത്തിൽ കിട്ടണം. എന്നാലും ഹാഫ് കുക്കായും വേണം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. വളരെ ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്. കുറച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ ബന്നും നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തിയാൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് ആക്കാം കേട്ടോ. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് ആക്കുന്നത്. ഇതുപോലെ തിക്കായിട്ട് വേണം പരത്തിയെടുക്കാൻ. വളരെ തിന്നായിട്ട് പരത്തരുത്. ബന്ന് പോലെ നമുക്ക് ഉൾഭാഗം കിട്ടണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് ടൈം ഒന്ന് വെക്കുക. അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിൽ എഗ്ഗിലേക്കൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഒരുപാട് അങ്ങ് അമർത്തി ഇതാക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അങ്ങനെ ചെറുതാക്കിയിട്ട് എനിക്ക് 30 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 3 കപ്പ് മൈദക്ക്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വെക്കുക. ഉൾഭാഗം നല്ലപോലെ കുക്കാവണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി ഇത് മസാല നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാലയിൽ ഞാൻ മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ മയോണൈസ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. മയോണൈസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ബന്നൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം കുറച്ച് ഭാഗം ഒന്ന് കളയുക. ഫുള്ളായിട്ട് കളയരുത്. കുറച്ച് ഭാഗം നമ്മൾ മസാല ഒന്ന് ഫില്ലാൻ വേണ്ടി മാത്രം ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് കളഞ്ഞിട്ട് അതിലേക്ക് മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ മസാല ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചധികം നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ബന്ന് മാത്രം കടിക്കുമ്പോൾ അത് വലിയ ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക്സ് കമൻസിലോട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.